മുൻ മറൈൻ ഉദ്യോഗസ്ഥനായിരുന്നു ജെയ്ക്ക് സള്ളി. ഒരു യുദ്ധത്തിൽ നട്ടെല്ലിന് വെടിയേറ്റ് വീൽചെയറിൽ ജീവിതം തള്ളി നീക്കുകയാണ് അദ്ദേഹം. കാല് ശരിയാക്കാനുള്ള പണം അയാളുടെ കയ്യിലില്ലായിരുന്നു. അപ്പോഴാണ് ജെയ്ക്കിന്റെ ഇരട്ട സഹോദരനും സയന്റിസ്റ്റുമായ ടോമി ജോലി ചെയ്യുന്ന RBI എന്ന കോർപ്പറേറ്റ് കമ്പനിയുടെ ആളുകൾ ജെയ്ക്കിനെ അന്വേഷിച്ചു വരുന്നത്. ടോമി മരിച്ചു എന്ന വിവരം അറിയിക്കാനായിരുന്നു അവർ വന്നത്. ജെയ്ക്കിന്റെയും ടോമിയുടെയും DNA ഒന്നായതുകൊണ്ടും ഒരു പ്രൊജക്ടിന് ജെയ്ക്കിനോട് ടോമിന് പകരം ചെയ്യാൻ അവർ ആവശ്യപ്പെടുന്നു. പ്രതിഫലമായി ഒരു വലിയ തുകയും കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ജെയ്ക്ക് സമ്മതിക്കുന്നു. അങ്ങനെ ഭൂമിയിൽ നിന്ന് ഏകദേശം 4 പ്രകാശവർഷം അകലെയുള്ള നഗരമായ പാണ്ടോറയിലേക്ക് ടോമിന് പകരം ജെയ്ക്ക് പോകുന്നു. വലിയ ശരീരവും നീല നിറവുമൊക്കെയായി പാണ്ടോറയിൽ ജീവിക്കുന്ന ആളുകളെ നാവികൾ എന്നാണ് പറയുന്നത്. പാണ്ടോറയിൽ ഉള്ളതായ യുബട്ടോണിയം എന്നീ വാല്യുബിൾ മിനറലിന് വേണ്ടിയാണ് മനുഷ്യർ അവിടേക്ക് വരുന്നത്. നാവികൾ കൂട്ടമായി താമസിക്കുന്ന ഹോം ട്രീ എന്ന് വിളിക്കുന്ന വലിയ മരത്തിന്റെ താഴെയാണ് ഈ ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത്. നാവികളെ അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ അത് എടുക്കാൻ കഴിയൂ. ഈ മിഷന് വേണ്ടി അവതാർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഹ്യൂമൻ DNA-യും നാവികളുടെ DNA-യും മിക്സ് ചെയ്ത് അവതാർ ബോഡീസ് ക്രിയേറ്റ് ചെയ്യുന്നു. അവതാർ ബോഡിയിൽ കടക്കുമ്പോൾ ജെയ്ക്കിന് നടക്കാൻ കഴിയുന്നു, ഓടാൻ കഴിയുന്നു. അവനൊരു പുതിയ ജീവിതം അനുഭവിക്കുന്നു. പാണ്ടോറയിൽ ആദ്യം തന്നെ ജെയ്ക്കിന് ഭയവും ക്യൂരിയോസിറ്റിയും അനുഭവിക്കുന്നുണ്ട്. നാവികളുടെ ശരീരമാണെങ്കിലും അവനൊരു മനുഷ്യനാണെന്ന് ഒമത്തിക്കായ ഗോത്രത്തലവന്റെ മകളായ നേത്രിക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അവനെ കൊല്ലാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് നാവികൾ ആരാധിക്കുന്ന എവ എന്ന മരത്തിന്റെ വിത്ത് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. പാണ്ടോറയിൽ നിന്ന് മരിച്ച പുണ്യാത്മാക്കളാണ് ഈ വിത്ത് എന്നാണ് നാവികളുടെ വിശ്വാസം. പിന്നീട് ജെയ്ക്കിനെ അവൾ അവളുടെ ഗോത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. മനുഷ്യനായ അവനെ ആരും ആദ്യം സ്വീകരിച്ചില്ല. പിന്നീട് ഇവയിൽ നിന്നൊരു സൂചന കിട്ടിയത് കൊണ്ടാണ് അവനെ കൂടെ കൂട്ടിയതെന്ന് നേത്രി ഗോത്രത്തോട് പറയുന്നുണ്ട്. നേത്രി ജെയ്ക്കിനെ പാണ്ടോറയുടെ ജീവിതം പഠിപ്പിക്കുന്നു. മൃഗങ്ങളുമായി കണക്ട് ചെയ്യാനും മരത്തോട് സംസാരിക്കാനും എല്ലാം അവൾ പഠിപ്പിക്കുന്നുണ്ട്. പാണ്ടോറയിലെ ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റി അവരെ അവിടെ നിന്ന് മാറ്റാൻ ജെയ്ക്കിനോട് കമ്പനി ആവശ്യപ്പെടുന്നു. എന്നാൽ അത് നടക്കാൻ സാധ്യതയില്ല എന്ന് ജെയ്ക്ക് അവരോട് പറയുന്നുണ്ട്. അത് നടന്നില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് അവരെ അവിടെ നിന്ന് മാറ്റാൻ കമ്പനി ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു. പിന്നീട് ജെയ്ക്കും നേത്രിയും തമ്മിൽ ഇഷ്ടത്തിലാവുന്നുണ്ട്. ഇവയെ സാക്ഷിയാക്കി അവർ ഒന്നാവുന്നു. പിന്നീട് മനുഷ്യർ അവരുടെ ഹോം ട്രീ ബുൾഡോസർ ഉപയോഗിച്ച് പിഴുതു കളയാൻ ശ്രമിക്കുന്നു. നേത്രിയും ജെയ്ക്കും തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. പിന്നീട് നാവികളെല്ലാം ഒരുമിച്ച് മനുഷ്യനെതിരെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നു. പാണ്ടോറയിലെ എല്ലാ മൃഗങ്ങളും നാവികളുടെ ഒപ്പം കൂടുന്നു. അങ്ങനെ അവർ മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നു. ഇവയുടെ സഹായത്തോടെ ജെയ്ക്കിന്റെ ആത്മാവിനെ അവതാർ ബോഡിയിലേക്ക് പൂർണ്ണമായി മാറ്റുന്നു. അങ്ങനെ അവൻ പാണ്ടോറയിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.